നമസ്കാരം. ആനിമൽ കിങ്ഡം ജനറൽ ക്യാരക്ടേഴ്സിന്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ജനറൽ ക്യാരക്ടേഴ്സിന്റെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് ജനറൽ ക്യാരക്ടേഴ്സ് ഡിസ്കസ് ചെയ്തു. ഒന്ന് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ, പിന്നെ ബോഡി പ്ലാൻ. അത് കഴിഞ്ഞ് വരുന്ന അടുത്ത ക്യാരക്ടറാണ് ബോഡി സിമ്മട്രി. സിമ്മട്രി എന്ന് പറയുമ്പോൾ ജന്തുക്കളിൽ മാത്രമല്ല സിമ്മട്രി ഉള്ളതും നോൺ ലിവിങ് ആയിട്ടുള്ള ഒബ്ജക്ട്സിലും സിമ്മട്രി നമ്മൾ കാണുന്നതാണ്. മാത്തമാറ്റിക്സിൽ നമ്മൾ സിമ്മട്രിക് ആംഗിൾസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വസ്തു സിമ്മട്രിക് ആണെന്ന് പറയണമെങ്കിൽ ആ വസ്തുവിനെ ഏറ്റവും ചുരുങ്ങിയത് ഒരു പ്ലെയിനിൽ കൂടെയെങ്കിലും നമുക്ക് രണ്ട് ഈക്വൽ ഹാഫ്സ് ആക്കാൻ പറ്റണം. രണ്ട് കഷ്ണമാക്കാം, അതല്ല വേണ്ടത്, രണ്ട് ഈക്വൽ ഹാഫ്സ്. അങ്ങനെയാണെങ്കിൽ ഈ ഡസ്റ്റർ സിമ്മട്രിക് ആണോ? ഇതിനെ നമുക്ക് രണ്ട് ഈക്വൽ ഹാഫ് ആക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമുക്ക് പറ്റുമല്ലോ. ഏത് പ്ലെയിനിൽ കൂടെ? ഇതാ നോക്കിക്കേ, ഇങ്ങനെ നടുക്കൂടെ കടന്നു പോകുന്നു ഉണ്ടോ? ഈ ഒരു പ്ലെയിനിൽ കൂടെ രണ്ട് ഈക്വൽ ഹാഫ് ആക്കാം. അപ്പോൾ ഡസ്റ്റർ ആകുമ്പോൾ ഇങ്ങനെ വരയിടുമ്പോൾ നിങ്ങൾക്ക് കാണാം ഏകദേശം, കണ്ടോ? ലൈൻ പാസ് ചെയ്യുന്നു. ഓക്കെ, വേണമെങ്കിൽ ഇങ്ങനെ രണ്ട് ഈക്വൽ ഹാഫ് ആക്കാം അല്ലേ? നടുക്കൂടെ ഇങ്ങനെ ക്രോസിന് രണ്ട് ഈക്വൽ ഹാഫ് ആക്കാം. വേണമെങ്കിൽ ഡയഗണൽ ആയിട്ട് രണ്ട് ഈക്വൽ ഹാഫ് ആക്കാം, ഇതേപോലെ. അതുപോലെ തിരിച്ച് ഈ ഡയഗണലിലൂടെയും രണ്ട് ഈക്വൽ ഹാഫ് ആക്കാം. അപ്പോൾ ഒരു കാര്യം ക്ലിയർ ആണ്, ഈ വസ്തു, ഈ ഡസ്റ്റർ സിമ്മട്രിക് ആണ്. മനസ്സിലായല്ലോ? ഇനി ഇതാ ഈ ഫിസിക്സിൽ യൂസ് ചെയ്യുന്ന ഒരു വെയിറ്റ് ആണ്. ഇത് സിമ്മട്രിക് ആണോ? ഈ ഒരു ഒബ്ജക്റ്റ് ആണല്ലോ. ഇതിനെ രണ്ട് ഈക്വൽ ഹാഫ് ആക്കണമെങ്കിൽ ഇതാ ഈ ഒരു പ്ലെയിനിൽ കൂടെ ഇങ്ങനെ രണ്ട് ഈക്വൽ ഹാഫ് ആക്കിയാൽ ഇത് സിമ്മട്രിക് ആണെന്ന് പറയാം. മനസ്സിലായല്ലോ? ഈ ബോട്ടിൽ സിമ്മട്രിക് ആണോ? ഈ ബോട്ടിൽ ഇങ്ങനെ കട്ട് ചെയ്താൽ രണ്ട് ഈക്വൽ ഹാഫ് കിട്ടുമോ? ഇല്ല. പിന്നെ എങ്ങനെ കട്ട് ചെയ്യണം? ഇതാ ഇതിന്റെ നടുക്കൂടെ, ഇതിന്റെ മൗത്ത് റീജിയൻ നടുക്കൂടെ മുകളിൽ നിന്ന് താഴേക്ക് കടന്നു പോകുന്ന, കണ്ടോ, ഏതൊരു പ്ലെയിനിൽ കൂടെയും രണ്ട് ഈക്വൽ ഹാഫ് ആക്കാൻ കഴിയും. അപ്പൊ ഈ ബോട്ടിലും സിമ്മട്രിക് ആണെന്ന് പറയും. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ജന്തുക്കളിൽ മാത്രമല്ല സിമ്മട്രി, നോൺ ലിവിങ് ഓർഗാനിസത്തിലും സിമ്മട്രി നമ്മൾ കാണുന്നുണ്ട്. ഡേ ടു ഡേ ലൈഫിൽ പല ഒബ്ജക്ട്സും സിമ്മട്രിക് ആണെന്ന് പറയേണ്ടി വരും. ഓക്കെ, അപ്പം ജന്തുക്കളിലേക്ക് വരുമ്പം എന്താണ് ബോഡി സിമ്മട്രി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇറ്റ് ഈസ് എ സിമിലാരിറ്റി ഇൻ ദ അറേഞ്ച്മെന്റ് ഓഫ് ബോഡി പാർട്സ്. നമ്മുടെ ശരീരഭാഗങ്ങൾ ക്രമീകരിക്കുന്നതിലുള്ള സമാനതയ്ക്ക് പറയുന്ന പേരാണ് സിമ്മട്രി. അതെന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇപ്പൊ നമുക്ക് ട്വിൻ ഓർഗൻസ് ഉള്ളത്, ഇപ്പൊ ചെവി രണ്ടെണ്ണം ഉണ്ട്. അതെങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? കണ്ടോ, വളരെ കൃത്യമാണ്. നമ്മളുടെ മുഖത്തിന്റെ ഇരുവശത്ത് ഒരേ സ്ഥാനത്ത്, കണ്ടോ? ഇവിടെ ഈ ഭാഗത്താണെങ്കിൽ ഇവിടെ ഈ ഭാഗത്ത്. അതുകൊണ്ട് ഇത് സിമ്മട്രിക് ആണെന്ന് പറയാം അല്ലേ? അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ, ഒരു ചെവി ഇവിടെ, ഒരു ചെവി തോളത്ത്, ഈ ഭാഗത്തായിരുന്നെങ്കിൽ എന്ത് വൃത്തിയേടായനെ? അപ്പൊ ട്വിൻ ആയിട്ടുള്ള ഓർഗൻ, കണ്ടോ, കണ്ണ്. അപ്പം രണ്ടെണ്ണം അപ്പുറം ഇപ്പുറം അറേഞ്ച് ചെയ്തു. ഇനി ഒറ്റ ഓർഗൻസ് ഉള്ളതോ? അതെവിടെയാ പ്ലേസ് ചെയ്തിരിക്കുന്നത്? ബോഡിയുടെ നടുക്ക്. മൂക്ക് എത്രയുള്ളത്? ഒരു മൂക്ക്. രണ്ട് കൂട്ട ഒരു മൂക്കാ ഉള്ളത്. അപ്പൊ അത് ബോഡിയുടെ നടുക്ക് പ്ലേസ് ചെയ്തു. വാ സിംഗിൾ ആണ്, അത് നടുക്ക് പ്ലേസ് ചെയ്തു. കൈ രണ്ടെണ്ണം ഉണ്ട്, അപ്പൊ രണ്ട് സൈഡിൽ പ്ലേസ് ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള ആ സിമിലാരിറ്റി, ദ സിമിലാരിറ്റി ഇൻ ദ അറേഞ്ച്മെന്റ് ഓഫ് ബോഡി പാർട്സ്, അതിന് പറയുന്ന പേരാണ് ബോഡി സിമ്മട്രി. അപ്പൊ ഈ നോൺ ലിവിങ് ഒബ്ജക്ട്സിൽ പറഞ്ഞതുപോലെ തന്നെ അത്തരം ആനിമൽസിനെ നമുക്ക് സിമ്മട്രിക് ആനിമൽസ് എന്ന് വിളിക്കാം. അവരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഇതേപോലെ രണ്ട് തുല്യ പകുതിയാക്കാൻ പറ്റണം. തുല്യ പകുതി ഉദ്ദേശിക്കുന്ന മോർഫോളജിക്കലാണ്. ചിലർക്ക് അപ്പൊ സംശയം വരും, ഹാർട്ട് കുറച്ചപ്പുറത്തല്ലേ, ലിവർ ഇവിടെ അല്ലേ എന്നൊക്കെ. മനസ്സിലായല്ലോ? അപ്പൊ അതല്ല, മോർഫോളജിക്കലി ആണ് നമ്മൾ സിമ്മട്രി ഉദ്ദേശിക്കുന്നത്. അറിയാലോ? അപ്പോൾ such animals, that means symmetric animals, can be divided into two equal halves. എങ്ങനെ? അറ്റ്ലീസ്റ്റ് ത്രൂ വൺ പ്ലെയിൻ. ഏറ്റവും ചുരുങ്ങിയത് ഒരു പ്ലെയിനിൽ കൂടെയെങ്കിലും രണ്ട് ഈക്വൽ ഹാഫ് ആക്കാൻ കഴിയും. കണ്ടോ, ഇപ്പൊ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ സിമിലാരിറ്റി ഇൻ ദ അറേഞ്ച്മെന്റ് ഓഫ് ബോഡി പാർട്സ്. അതാണ് സിമ്മട്രി. ദ ആനിമൽസ് വിത്ത് സിമ്മട്രി ആർ കോൾഡ് സിമ്മട്രിക് ആനിമൽസ്. അവർ എന്നാ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ്, സച്ച് ആനിമൽസ് ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു ടു ഈക്വൽ ഹാഫ്സ് അറ്റ്ലീസ്റ്റ് ത്രൂ വൺ പ്ലെയിൻ. അങ്ങനെയാണെങ്കിൽ ചില വസ്തുക്കൾ, ഇപ്പൊ ഒരു ഷേപ്പില്ലാത്ത ഈ കല്ല് കണ്ടോ, ഇതിനെ നമ്മൾ എങ്ങനെ വിചാരിച്ചാലും രണ്ട് ഈക്വൽ ഹാഫ് ആക്കാൻ പറ്റില്ല. ശരിയല്ലേ? ഇതിന്റെ ഷേപ്പ് കണ്ട ഏങ്കോണിച്ചിരിക്കുകയാണ്. ചെറിയ ചെറിയ ബൾജിങ് അവിടെ ഇവിടെ ഉണ്ട്. നമ്മൾ എങ്ങനെ വിചാരിച്ചാലും
ഈ വസ്തുവിനെ നമുക്ക് രണ്ട് ഈക്വൽ ഓഫ് ആക്കാൻ കഴിയില്ല. എന്നതുപോലെ ചില ജന്തുക്കളെ നമ്മൾ എങ്ങനെ വിചാരിച്ചാലും രണ്ട് ഈക്വൽ ഓഫ് ആക്കാൻ പറ്റില്ല. അതായത് ആ കേസിൽ സിമ്മട്രി എന്താ, ആബ്സെന്റ് ആണെന്ന് നമുക്ക് പറയേണ്ടി വരും. സിമ്മട്രി ഈസ് ആബ്സെന്റ്. ആ കണ്ടീഷന് പറയുന്ന പേരാണ് അസിമ്മട്രി. എ ഫോർ ആപ്പിൾ അല്ല, ഇവിടെ എ ഫോർ ആബ്സെന്റ്. കണ്ടോ, അസിമ്മട്രി എന്ന് വെച്ചാൽ ഒരു സിമ്മട്രി എന്നല്ല. അസിമ്മട്രി എന്ന് വെച്ചാൽ സിമ്മട്രി ഈസ് ആബ്സെന്റ്. അതായത് ചില ജന്തുക്കളെ നമ്മൾ എങ്ങനെ വിചാരിച്ചാലും രണ്ട് ഈക്വൽ ഓഫ് ആക്കാൻ കഴിയില്ല. മനസ്സിലായല്ലോ? അപ്പൊ സിമ്മട്രി ഇല്ലാത്ത അവസ്ഥ, അത്തരം ആനിമൽസിനെ വിളിക്കുന്ന പേരാണ് എന്താ? സച്ച് ആനിമൽസ് ആർ കോൾഡ് അസിമെട്രിക് ആനിമൽസ്. മനസ്സിലായല്ലോ? അവരെന്ത് ചെയ്യാൻ പറ്റില്ല എന്നാ പറഞ്ഞത്? ദേ കനോട്ട് ബി ഡിവൈഡ്. അവരെ ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. എങ്ങനെ? ഇൻടു ടു ഈക്വൽ ഹാഫ്സ്. രണ്ട് തുല്യ പകുതിയാക്കാൻ കഴിയില്ല. ത്രൂ എനി പ്ലെയിൻ. നമ്മൾ ഏത് പ്ലെയിനിൽ കൂടെ നോക്കിയാലും ഇവരെ നമുക്ക് രണ്ട് തുല്യ പകുതിയാക്കാൻ കഴിയില്ലെങ്കിൽ ആ കണ്ടീഷന് പറയുന്ന പേര് അസിമെട്രി. അത്തരം ജന്തുക്കളെ വിളിക്കുന്ന പേരാണ് അസിമെട്രിക് ആനിമൽസ്. സച്ച് ആനിമൽസ് ആർ കോൾഡ് അസിമെട്രിക് ആനിമൽസ് ആൻഡ് ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് അസിമെട്രി. അസിമെട്രിക്ക് എക്സാമ്പിൾ ആരാന്നറിയോ? നമുക്ക് പഠിക്കാൻ ഉള്ള ആദ്യത്തെ ഗ്രൂപ്പ് അറിയാമല്ലോ. ഏത് കൂതറ ക്യാരക്ടർ എടുത്താലും അതിന് എക്സാമ്പിൾ ആയിട്ട് ആരുണ്ട്? ഒരു വിഭാഗമാണ് സ്പോഞ്ചസ്. ഞാനിവിടെ മൊത്തത്തിൽ സ്പോഞ്ചസിനെ പറയുന്നില്ല, മോസ്റ്റ് ഓഫ് ദ സ്പോഞ്ചസ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഭൂരിഭാഗം സ്പോഞ്ചസും അസിമെട്രിക് ആണ്, സിമെട്രി ആബ്സെന്റ് ആണ്. എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ സിമെട്രി കാണിക്കുന്നുണ്ടെന്ന് അർത്ഥം. ചില സ്പോഞ്ചുകൾ ഇതുപോലെ ഇനി പറയാൻ പോകുന്ന റേഡിയൽ സിമെട്രി കാണിക്കുന്നവരാണ്. മോസ്റ്റ് ഓഫ് ദ സ്പോഞ്ചസ് ഹാവ് നോ ബോഡി ഷേപ്പ്. കറക്റ്റ് ആയിട്ടുള്ള ബോഡി ഷേപ്പ് ഇല്ലാത്തതിനാൽ അവര് സിമെട്രി കാണിക്കുന്നില്ല. അതാണ് അസിമെട്രി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം അസിമെട്രി എന്ന് വെച്ചാൽ സിമെട്രി ഇല്ല അത്ര എഴുതിയാൽ മതി. സിമെട്രി ഈസ് ആബ്സെന്റ്. മനസ്സിലായല്ലോ? സിമെട്രി ഇല്ലാത്തവരെ വിളിക്കുന്ന പേര് അസിമെട്രിക് ആനിമൽസ്. അതിന് എക്സാമ്പിൾ മോസ്റ്റ് ഓഫ് ദ സ്പോഞ്ചസ്. ഭൂരിഭാഗം സ്പോഞ്ചസിനും ശരീരത്തില് ഇപ്പം എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോ സ്പോഞ്ചിന്റെ ബോഡി ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും, അറ്റാച്ച്ഡ് ആണ്. ഇതിന് ഇവിടുന്ന് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് പ്രൊജക്ഷൻ കണ്ടോ, ഇങ്ങനെ ഉണ്ടാവും ബോഡി. അപ്പൊ ഇവരെ നമ്മൾ എങ്ങനെ വിചാരിച്ചാലും ഒരു കാക്ടസിന്റെ ഒക്കെ ലുക്കിൽ ഇവരെങ്ങനെ വിചാരിച്ചാലും നമുക്ക് രണ്ട് ഈക്വൽ ഓഫ് ആക്കാൻ കഴിയില്ല. സോ മോസ്റ്റ് ഓഫ് ദ സ്പോഞ്ചസ് ആർ അസിമെട്രിക്. ക്ലിയർ ആണേ? അത്രേ ഉള്ളൂ. ഏത്? അസിമെട്രി. ഇനി നമ്മൾ ഈ പറഞ്ഞ സിമെട്രിക് ആനിമൽസ് ഉണ്ടല്ലോ, ഇവര് സിമെട്രി കാണിക്കുന്ന ആൾക്കാർ അതെല്ലാവരും ഒരേപോലത്തെ സിമെട്രി അല്ല കാണിക്കുന്നത്. കണ്ടോ? ബേസ്ഡ് ഓൺ ദ പ്ലെയിൻ ഓഫ് ഡിവിഷൻ. ക്രൈറ്റീരിയ അതാണ്. എന്താ പ്ലെയിൻ ഓഫ് ഡിവിഷൻ? ഏത് പ്ലെയിനിൽ കൂടെയാണ്, ഏത് തലത്തിലൂടെയാണ് ഇവരെ നമ്മൾ രണ്ട് ഈക്വൽ ഓഫ് ആക്കാൻ നോക്കുന്നത്, അതിനെ അടിസ്ഥാനമാക്കി സിമെട്രിയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഫസ്റ്റ് വൺ ഈസ് റേഡിയൽ സിമെട്രി, സെക്കൻഡ് വൺ ബൈലാറ്ററൽ സിമെട്രി. റേഡിയൽ സിമെട്രി ഉണ്ട്, ബൈലാറ്ററൽ സിമെട്രി ഉണ്ട്. ടെക്സ്റ്റിനകത്തുള്ള അതേ പടം കാണിച്ചിട്ടുണ്ട്. റേഡിയൽ സിമെട്രി എക്സാമ്പിൾ ഇതാ ഹൈഡ്ര പോലെയുള്ള ആൾക്കാർ. ബൈലാറ്ററലിന് എക്സാമ്പിൾ ക്രാബ് പോലെയുള്ള ആൾക്കാർ. ക്രാബ് മാത്രമല്ല ഒരുപാട് ആൾക്കാരുണ്ട്. ടെക്സ്റ്റിനകത്ത് മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഈ പടം തന്നിട്ടായിരിക്കും. വാട്ട് ഈസ് ഷോൺ ഇൻ ദ ഗിവൺ ഫിഗർ, എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞ് ചോദിക്കുക. അല്ലെങ്കിൽ വിച്ച് ടൈപ്പ് ഓഫ് സിമെട്രി ഈസ് എക്സിബിറ്റഡ് ബൈ ദീസ് ടു ആനിമൽസ്, എങ്ങനെ വേണേലും ചോദിക്കാം. നമ്മൾ കുറെ വലിച്ചുവാരി പഠിച്ചുകൊണ്ട് കാര്യമല്ല, ആ ക്വസ്റ്റ്യൻ പാറ്റേൺ അറിയണം. എങ്ങനെയാണ് ഇത് നേരത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്, ഇനി എങ്ങനെയൊക്കെ ചോദിക്കാം എന്ന് മനസ്സിലാക്കി പഠിക്കുക. ക്ലിയർ? കഴിഞ്ഞ എൻ്റെ മുന്നത്തെ പബ്ലിക് എക്സാമിന് ചോദിച്ചതാണിത്. സിമെട്രി 4 ആനിമൽസിന്റെ പേര് തന്നിട്ട് അവരെന്ത് തരം സിമെട്രി കാണിക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പം നോക്കിയേ, റേഡിയൽ സിമെട്രി. അപ്പം ഏത് പ്ലെയിനിൽ കൂടെ ഡിവൈഡ് ചെയ്യുന്നു അതിനെ ബേസ് ചെയ്ത്. റേഡിയൽ സിമെട്രി എന്ന് പറയുമ്പോൾ ഹൈഡ്ര പോലെയുള്ള ആൾക്കാർ, അവരുടെ ബോഡി ഏകദേശം ഈ ബോട്ടിലിന്റെ ലുക്കല്ലേ, അതായത് സിലിണ്ടറിക്കൽ ആണ്. ഇതേപോലെയാണ് അവരുടെ ബോഡി, ഇത് അവരുടെ മൗത്ത്, ഇതിന് ചുറ്റും ടെന്റക്കിൾസ് ഒക്കെ കാണപ്പെടും. ഓക്കെ, ഇവരെ നമുക്ക് എങ്ങനെ രണ്ട് ഈക്വൽ ഓഫ് കിട്ടും? ഇങ്ങനെ കട്ട് ചെയ്താൽ കിട്ടത്തില്ല. ഇവിടെ വെച്ച് മുറിച്ചാൽ കിട്ടുമോ? ഒരിക്കലും കിട്ടത്തില്ല. ഇവരെ രണ്ട് ഈക്വൽ ഓഫ് ആക്കണമെങ്കിൽ കണ്ട, അതായത് നടുക്കൂടെ, മുകളിൽ നിന്ന് താഴേക്ക് നടുക്കൂടെ കടന്നു പോകുന്ന ഏതൊരു പ്ലെയിൻ, ഈ ഒരു പ്ലെയിൻ മാത്രമല്ല, ഇത് റൗണ്ടല്ലട മക്കളെ, ഈ പ്ലെയിനിൽ കൂടെ പറ്റും. മനസ്സിലാവുണ്ടോ? ഈ പ്ലെയിനിൽ കൂടെ പറ്റും. കണ്ടോ? ഈ പ്ലെയിനിൽ കൂടെ പറ്റും, പക്ഷെ ഈ പ്ലെയിനിൽ കൂടെ പറ്റും. അപ്പോൾ
ഞാൻ ഈ സ്കെയിൽ വെക്കുന്ന ഏതൊരു പ്ലെയിനിൽ കൂടെയും ഇതിനെ 2 ഈക്വൽ ഹാഫ് ആക്കാം. ഇപ്പൊ 2 കണ്ടീഷൻ. The animal can be divided into 2 equal halves through any plane. 2 കണ്ടീഷൻ പാസിംഗ് ത്രൂ ദ സെന്റർ, അതായത് നടുക്കൂടെ കടന്നു പോകണം. ഇതും നടുവാണ്, ഇതും സെന്റർ ആണ്, പക്ഷെ ഇങ്ങനെ കടന്നു പോയാൽ കിട്ടൂല. അതുകൊണ്ട് രണ്ടാമത്തെ പോയിന്റ് സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ഫ്രം ടോപ്പ് ടു ബോട്ടം, മുകളിൽ നിന്ന് താഴേക്ക് നടുക്കൂടെ കടന്നു പോകുന്ന ഏതൊരു പ്ലെയിനിൽ കൂടെയും 2 ഈക്വൽ ഹാഫ് കിട്ടിയാൽ ആ കണ്ടീഷന് പറയുന്ന പേരാ കുഞ്ഞുങ്ങളെ റേഡിയൽ സിമെട്രി. അപ്പൊ എന്താ റേഡിയൽ സിമെട്രി നോക്കിയേ. ഹിയർ ഇങ്ങോട്ട് എഴുതുന്നേ. ഹിയർ ദ ആനിമൽ ക്യാൻ ബി ഡിവൈഡ് into 2 ഈക്വൽ ഹാഫ്സ്. ഇവിടെ ഈ ആനിമലിനെ നമുക്ക് 2 ഈക്വൽ ഹാഫ് ആക്കാം. എങ്ങനെ? ത്രൂ എനി പ്ലെയിൻ, ഏതൊരു പ്ലെയിൻ, പക്ഷെ 2 കണ്ടീഷൻ. ഈ പ്ലെയിൻ എങ്ങനെ കടന്നു പോകുന്നതായിരിക്കണം? പാസിംഗ് ത്രൂ ദ സെന്റർ, നടുക്കൂടെ കടന്നു പോകണം. ഫ്രം ടോപ്പ് ടു ബോട്ടം. കണ്ടോ? നടുക്കൂടെ മുകളിൽ നിന്ന് താഴേക്ക് കടന്നു പോകുന്ന ഏതൊരു പ്ലെയിനിൽ കൂടെ 2 ഈക്വൽ ഹാഫ് കിട്ടിയാൽ സച്ച് ആനിമൽസ് ആർ കോൾഡ്, അവരെ വിളിക്കുന്ന പേരാണ് റേഡിയലി സിമ്മട്രിക് ആനിമൽസ്. കണ്ടോ? ഈ കണ്ടീഷൻ പറയുന്ന പേരാണ് റേഡിയൽ സിമ്മട്രി. ഇപ്പൊ റേഡിയൽ സിമ്മട്രി എക്സാമ്പിൾ ആരൊക്കെയെന്നൊന്ന് നോക്കിയേ. ആരൊക്കെ എക്സാമ്പിൾ? നേരത്തെ ഞാൻ പറഞ്ഞു മോസ്റ്റ് ഓഫ് ദ സ്പോഞ്ചസ്, ഭൂരിഭാഗം സ്പോഞ്ചസും എന്താ? അസിമെട്രിയാണ്. അന്നേരം ഞാൻ പറഞ്ഞു സം സ്പോഞ്ചസ്, ചില സ്പോഞ്ചസ് എന്ത് കാണിക്കുന്നുണ്ട്? റേഡിയൽ സിമെട്രി കാണിക്കുന്നുണ്ട്. ക്ലിയർ? അതേപോലെ ഇപ്പം ഹൈഡ്രയുടെ പടമാണ് NCERT-യിലുള്ളത്. ഹൈഡ്ര വരുന്ന ഗ്രൂപ്പിന്റെ പേരാണ് നിഡേറിയ. അതുപോലെ അവരുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ഫൈലമാണ് ടിനോഫോറ. ഒരു ഫൈലം കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ പറയാൻ പോകുന്നത് എന്തായിരിക്കും? നിഡേറിയ, ടിനോഫോറ. ഒരു ഫൈലം കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ പ്ലാറ്റിയൽ മിന്തസ് വരും, ഒരിക്കലും അല്ല. ആഷൽ മിന്തസ് വരും, അവരും അല്ല. ആനലിഡ, അവരും അല്ല. ആർത്രോപോഡയല്ല, മൊളസ്കയും അല്ല. പിന്നെ ആരാ മക്കളെ? നമ്മുടെ നക്ഷത്ര മത്സ്യം ഉണ്ടല്ലോ, സ്റ്റാർ ഫിഷ്, അവര് വരുന്ന ഗ്രൂപ്പ് ഉണ്ട് എക്കൈനോഡെർമാറ്റോ. മനസ്സിലായല്ലോ? നക്ഷത്ര മത്സ്യം അറിയാലോ, പറയണ്ടല്ലോ. സ്റ്റാർ ഫിഷ്, 5 ആംസ് ഒക്കെ ആയിട്ടുള്ള ജീവി ഉണ്ടോ? ഇവരും കാണിക്കുന്നത് ഏത് സിമെട്രിയ മക്കളെ? ദേ ഓൾസോ ഷോ റേഡിയൽ സിമെട്രി. ഇപ്പൊ റേഡിയൽ സിമെട്രിക്ക് 4 എക്സാമ്പിൾ. ചില സ്പോഞ്ചുകൾ റേഡിയൽ സിമെട്രി കാണിക്കുന്നുണ്ട്, നെഡേറിയ കാണിക്കുന്നുണ്ട്, ടിനോഫോറ കാണിക്കുന്നുണ്ട്, എക്കൈനോഡെർമാറ്റോ കാണിക്കുന്നുണ്ട്. അപ്പൊ ബേസ്ഡ് ഓൺ ദ പ്ലെയിൻ ഓഫ് ഡിവിഷൻ സിമെട്രി ഇസ് ഡിവൈഡഡ് ഇൻടു 2 ടൈപ്സ്. ആദ്യത്തത് റേഡിയൽ സിമെട്രി നമ്മൾ പറഞ്ഞു. അടുത്തത് ബൈലാട്രൽ. ബൈലാട്രൽ പറയുമ്പോൾ എങ്ങനെ നമ്മളെ 2 ഈക്വൽ ഹാഫ് ആക്കാം? ഇങ്ങനെ മുറിച്ചാൽ കിട്ടുമോ? ഇല്ല. ഇങ്ങനെ മുറിച്ചാൽ കിട്ടുമോ? ഇങ്ങനെ മുറിച്ചാൽ എന്താ പറ്റും? 2 കഷ്ണം കിട്ടും. ഫ്രണ്ടിലുള്ളതൊക്കെ ഫ്രണ്ടിലേക്കും ബാക്കിലുള്ളതൊക്കെ ബാക്കിലേക്കും പോകും. പിന്നെ എങ്ങനെ കട്ട് ചെയ്യണം? ഇതാ ഈ ഒരു പ്ലെയിൻ അല്ലേ, ഇങ്ങനെ നടുക്കൂടെ മുകളിൽ നിന്ന് താഴേക്ക് ഒരൊറ്റ പ്ലെയിൻ. അതാണ് അഡ്വാൻസ്ഡ് ആനിമൽസിന്റെ സിമെട്രി. അവരെ വാരിക്കോരി നമുക്ക് മുറിക്കാൻ പറ്റൂല, ഹൈഡ്രയെ മുറിച്ച പോലെ. ഇവരൊറ്റ പ്ലെയിനിൽ കൂടെ നമുക്ക് 2 ഈക്വൽ ഹാഫ് ആക്കാൻ പറ്റൂ. അതിന് പറയുന്ന പേരാണ് എന്നതാ? ബൈലാട്രൽ സിമെട്രി. എന്താ ബൈലാട്രൽ സിമെട്രി പ്രത്യേകത? എന്താ ബൈലാട്രൽ സിമെട്രി? ഒറ്റ പ്ലെയിനിൽ കൂടെ ഡിവൈഡ് ചെയ്യുന്നതാണ് ബൈലാട്രൽ സിമെട്രി. നോക്കാം നമുക്ക്. ദ ബൈലാട്രൽ ഇങ്ങോട്ട് എഴുതുകയാണ് ഞാൻ. ഇയർ ദ ആനിമൽ, മറ്റൊടുത്ത് എഴുതിയ പോലെ, ക്യാൻ ബി ഡിവൈഡ് into 2 ഈക്വൽ halves, 2 തുല്യ പകുതിയാക്കാം. എങ്ങനെ? ത്രൂ ഹൗ മെനി പ്ലെയിൻ? എ സിംഗിൾ പ്ലെയിൻ ഓൺലി. ഒറ്റ പ്ലെയിനിൽ കൂടെ മാത്രമേ പറ്റൂ. ഏതാ പ്ലെയിൻ? എയറോപ്ലെയിൻ അല്ല. ദാറ്റ് ഈസ്, ആ പ്ലെയിൻ്റെ പേരാണ് മീഡിയൻ. നടുക്കൂടെ മുകളിൽ നിന്ന് താഴേക്ക്, അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ ബോഡി ആക്സിസ് ഉണ്ടോ? ഈ ആക്സിസിനെ വിളിക്കുന്ന പേരാണ് മീഡിയൻ. നടുക്കൂടെ പോകുന്നത് കൊണ്ട് ലോഞ്ചിറ്റ്യൂഡിനൽ, മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതിനാൽ ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറയും. ബോഡി ആക്സിസ്, ശരീരത്തിന്റെ ആക്സിസിലൂടെ മാത്രമാണ് 2 ഈക്വൽ ഹാഫ് കിട്ടുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബൈലാട്രൽ സിമെട്രി. ആൻഡ് സച്ച് ആനിമൽസ് ആർ കോൾഡ്, അത്തരം ജന്തുക്കൾ എന്ത് പേര് വിളിക്കാം? ബൈലാട്രലി സിമെട്രിക് ആനിമൽസ് എന്ന് വിളിക്കാം. സച്ച് ആനിമൽസ് ആർ കോൾഡ്
ബൈലാറ്ററലി സിമെട്രിക് ആനിമൽസ്. ആരായിരിക്കും എക്സാമ്പിൾ? ഇവിടെ ടിനോഫോറ വരെ എന്താ റേഡിയൽ സിമെട്രി ആണ്. അപ്പൊ ടിനോഫോറ കഴിഞ്ഞിട്ട് ആരാ? ഓൾ ആനിമൽസ് ഫ്രം ആരാ മക്കളെ? യെസ്, പ്ലാറ്റി ഹെൽമിന്തസ് ടു മാമൽസ്. പ്ലാറ്റി ഹെൽമിന്തസ് മുതൽ മാമൽസ് വരെ എല്ലാ ആൾക്കാരും എക്സെപ്റ്റ് ആരാ എക്സെപ്ഷൻ? എക്കേനോഡേംസ്. ഉണ്ടോ? എക്കേനോഡേംസ് എന്ത് സിമെട്രി കാണിച്ചു? റേഡിയൽ സിമെട്രി കാണിച്ചു. അപ്പൊ അവരടക്കം പറയാൻ പറ്റൂല. അതായത് പ്ലാറ്റി ഹെൽമിന്തസിനും മാമൽസിനും ഇടയിലാണ് എക്കേനോഡേംസ്. അവർ റേഡിയൽ സിമെട്രി കാണിച്ചു. അപ്പോൾ അവരെന്ത് കാണിക്കുന്നില്ല? ബൈലാറ്ററൽ കാണിക്കുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് പറയണം? ഓൾ ആനിമൽസ് ഫ്രം പ്ലാറ്റി എൽമിന്തസ്. ഉണ്ടോ? പി ആണ് പ്ലാറ്റി എൽമിന്തസ് ടു മാമൽസ്. ഉണ്ടോ? എക്സെപ്റ്റ് എക്കേനോഡേംസ്. മനസ്സിലായോ? അപ്പൊ ബോഡി സിമെട്രി കിട്ടിയല്ലോ. ഇറ്റ് ഈസ് ദ സിമിലാരിറ്റി ഇൻ ദ അറേഞ്ച്മെന്റ് ഓഫ് ബോഡി പാർട്സ്. ദ ആനിമൽ ഷോയിങ് സിമെട്രി ആർ കോൾഡ് സിമെട്രിക് ആനിമൽ. അവരെന്ത് ചെയ്യാൻ പറ്റുമെന്നാ പറഞ്ഞത്? അവരെ ഏറ്റവും കുറഞ്ഞത് ഒരു പ്ലെയിനിൽ കൂടെയെങ്കിലും രണ്ട് ഈക്വൽ ഓഫ് ആക്കാം. പക്ഷെ ചില പ്രിമിറ്റീവ് ആനിമൽസ്, അതാ സ്പോഞ്ചുകൾ, ഭൂരിഭാഗം സ്പോഞ്ചുകളെയും സിമെട്രി ആബ്സെന്റ് ആണ്. അവരെ നമ്മൾ എങ്ങനെ വിചാരിച്ചാലും രണ്ട് ഈക്വൽ ഓഫ് ആക്കാൻ പറ്റില്ല. ആ കണ്ടീഷന്റെ പേരാണ് അസിമെട്രി. അവരെ വിളിക്കുന്ന പേരാണ് അസിമെട്രിക് ആനിമൽസ്. ഇനി ഏത് പ്ലെയിനിൽ കൂടെ ഡിവൈഡ് ചെയ്യുന്നോ അതിനെ അടിസ്ഥാനമാക്കിയ സിമെട്രിയെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. റേഡിയൽ സിമെട്രി ആൻഡ് ബൈലാറ്ററൽ സിമെട്രി. എന്താ റേഡിയൽ സിമെട്രി? ഏത് ആനിമൽ ക്യാൻ ബി ഡിവൈഡ് ഇൻടു ടു ഈക്വൽ ഹാഫ്സ് ത്രൂ എനി പ്ലെയിൻ. ഏതൊരു പ്ലെയിനിൽ കൂടെ ഡിവൈഡ് ചെയ്യാം. രണ്ട് കണ്ടീഷൻ. നടുക്കൂടെ കടന്നു പോകണം. ഈ ബോട്ടിൽ ഓർത്താൽ മതി, ഹൈഡ്രയുടെ ബോഡി ആയിട്ട് നടുക്കൂടെ കടന്നു പോകണം. മോളിൽ നിന്ന് താഴേക്കായിരിക്കണം. അതാണ് റേഡിയലി സിമെട്രിക് ആനിമൽ. എക്സാമ്പിൾ സം സ്പോഞ്ചസ്, നിഡേറിയ, ടിനോഫോറ ആൻഡ് എക്കേനോഡെർമേറ്റ. മനസ്സിലായല്ലോ? ഇനി എന്താ ബൈലാറ്ററൽ സിമെട്രി? ഏത് ആനിമൽ ക്യാൻ ബി ഡിവൈഡ് ഇൻടു ടു ഈക്വൽ ഹാഫ്സ് ത്രൂ എ സിംഗിൾ പ്ലെയിൻ ഓൺലി. നമ്മളുടെ കണ്ടീഷൻ ഓർക്കുക. ഒരാളെ കാലെ പിടിച്ച് വലിച്ചു കയറി, അതാക്കണ്ട. ഇപ്പം ക്രാബിനെ രണ്ടായിട്ട് വലിച്ചു കയറി നടുക്കൂടെ കടന്നു പോകുന്നു. ഈ ഒരൊറ്റ പ്ലെയിനിൽ കൂടെ രണ്ട് ഈക്വൽ ഹാഫ് ആക്കാൻ കഴിഞ്ഞാൽ അതിന്റെ പേരാണ് ബൈലാറ്ററൽ സിമെട്രി. ഇവിടെ കണ്ടോ? ഇവിടെ ഈ പ്ലെയിനിൽ കൂടെ പറ്റും, ഈ പ്ലെയിനിൽ കൂടെ പറ്റും, ഈ പ്ലെയിനിൽ കൂടെ പറ്റും. അപ്പൊ എനി പ്ലെയിൻ, ഇത് സിംഗിൾ പ്ലെയിൻ. ആ പ്ലെയിന്റെ പേരാണ് മീഡിയൻ ലോഞ്ചിറ്റ്യൂഡിനൽ ബോഡി ആക്സിസ്. എക്സാമ്പിൾ ഓൾ ആനിമൽസ് ഫ്രം ആര് മുതലാ? പ്ലാറ്റി ഹെൽമിന്തസ് ടു മാമൽസ് എക്സെപ്റ്റ് എക്കേനോഡേംസ്. ക്ലിയർ ആണ്? സംശയമില്ലല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പതുക്കെ അടുത്ത ക്യാരക്ടറിലേക്ക് കടക്കാം. ഒരു കുഞ്ഞു ക്യാരക്ടറാണ്. ബോഡി സെഗ്മെന്റേഷൻ, അതർവൈസ് കോൾഡ് മെറ്റാമറിസം. നമ്മൾ കണ്ടിട്ടുണ്ട് മണ്ണിര പോലെയുള്ള ജീവികൾ അവരുടെ ശരീരത്തെ ഇങ്ങനെ പല പല കമ്പാർട്ട്മെന്റുകളായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. Their body is divided into several compartments like this. മനസ്സിലായോ? ഇനി മണ്ണിര മാത്രമല്ല, നമ്മൾ ഈ ചെമ്മീനൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് നമ്മൾ ചെമ്മീൻ്റെ തല എന്ന് പറയും. നമ്മൾ കഴിക്കുന്ന ഫ്ലഷി ആയിട്ടുള്ള ഭാഗം ഉണ്ടോ? ഈ ഫ്ലഷി ആയിട്ടുള്ള ഭാഗം നോക്കിയാൽ ഇതേപോലെ ഇച്ചിരി മെലിഞ്ഞ ചെമ്മീനാട്ടോ. ഫുഡൊന്നും കിട്ടിയിട്ട് കുറച്ച് ദിവസമായി, വരച്ചപ്പോൾ അങ്ങനെ ആയതാട്ടോ. അപ്പൊ നോക്കിക്കാൻ ഇവരുടെ ബോഡിയും ഇങ്ങനെ പല പല കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ക്യാരക്ടർ ആണ്. ദ ഡിവിഷൻ ഓഫ് ബോഡി ഇൻ ടു ഈക്വൽ കമ്പാർട്ട്മെന്റ്സ് ഓർ സെഗ്മെന്റ്സ്. ശരീരത്തിന് പല പല കമ്പാർട്ട്മെന്റുകളായി അല്ലെങ്കിൽ പല പല സെഗ്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സെഗ്മെന്റേഷൻ അഥവാ മെറ്റാമറിസം. ഇയർ ഈച്ച് സെഗ്മെന്റ് കണ്ടോ? ഇപ്പം ഈ ഓരോ സെഗ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒരു മെറ്റാമിയർ. ഇതൊരു മെറ്റാമിയർ ആണ്, ഇതൊരു മെറ്റാമിയർ ആണ്, ഇതൊരു മെറ്റാമിയർ ആണ്, ഇതൊരു മെറ്റാമിയർ ആണ്. ആൻഡ് ഈച്ച് സെഗ്മെന്റ് ഈസ് കോൾഡ് എ മെറ്റാമിയർ. ഇത് കാണിക്കുന്നത് 3 ഗ്രൂപ്പാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. 2019 നീറ്റിന് ചോദിച്ചതാണ് ഈ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്ത്. അതായത് താഴെ പറയുന്ന 3 ഗ്രൂപ്പുകൾ ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ കാണിക്കുന്നുണ്ട്, ബൈലാറ്ററൽ സിമെട്രി കാണിക്കുന്നുണ്ട്, ട്രൂ സെഗ്മെന്റേഷൻ കാണിക്കുന്നുണ്ട്. ആ 3 ഗ്രൂപ്പ് ഏതെല്ലാം? നമുക്കറിയാം ബൈലാറ്ററൽ സിമെട്രി കുറെ പേര് കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ട്രിപ്ലോബ്ലാസ്റ്റിക് ഇനി പഠിക്കുമ്പോൾ മനസ്സിലാവും, ഒരുപാട് പേര് കാണിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു ക്യാരക്ടർ ബോഡി സെഗ്മെന്റേഷൻ 3 ആൾക്കാരാണ് കാണിക്കുന്നത്. ആരൊക്കെ? എർത്തുവം ഒക്കെ വരുന്ന വിഭാഗം കണ്ടോ? എർത്തുവം വരുന്ന വിഭാഗമാണ് അനലിഡം. ഈ പറഞ്ഞ പ്രോൺ കൊഞ്ച് വരുന്ന വിഭാഗമാണ് ഏത്? എസ് ആർത്രോപോഡ. പിന്നെ ചില നട്ടലുള്ള ജീവികളും എന്ത് കാണിക്കുന്നുണ്ട്? ബോഡി സെഗ്മെന്റേഷൻ കാണിക്കുന്നുണ്ട്. അപ്പൊ ഒരു കുഞ്ഞു ക്യാരക്ടറാണ് ബോഡി സെഗ്മെന്റേഷൻ. നോക്കുക ഡെഫിനേഷൻ എന്താ? ദ ഡിവിഷൻ ഓഫ് ബോഡി ഇൻടു ഈക്വൽ കമ്പാർട്ട്മെന്റ്സ് ഓർ സെഗ്മെന്റ്സ്. ശരീരത്തിന് തുല്യ
കമ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ സെഗ്മെന്റുകൾ ആക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ബോഡി സെഗ്മെന്റേഷൻ അഥവാ മെറ്റാമറിസം. ഈച്ച് സെഗ്മെന്റ്, ഇവിടെ ഓരോ സെഗ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒരു മെറ്റാമിയർ. മെറ്റാമറിസം കാണിക്കുന്ന 3 ഗ്രൂപ്പ് മറക്കരുത്: അനലിഡ, ആർത്രോപോഡ ആൻഡ് സം കോഡേറ്റ ഓർ കോഡേറ്റ്സ്. ബാക്കി എല്ലാ ക്യാരക്ടറും എല്ലാവരെയും നമ്മൾ ഉൾക്കൊള്ളിച്ച് പറഞ്ഞു. പക്ഷെ ഇത് മാത്രം ആരുടെ മാത്രം ഫീച്ചറാ? 3 ഗ്രൂപ്പ്: അനലിഡ, ആർത്രോപോഡ ആൻഡ് സം കോഡേറ്റ. ഓക്കെ, അങ്ങനെ നമ്മൾ അടുത്ത 5ാമത്തെ ക്യാരക്ടറിലേക്ക് എത്തി. ഒരു 1.5 ക്യാരക്ടറാണ് ഇത്. പ്രൈമറി ജെം ലെയേഴ്സ് എന്നാണ് പേര്. അതായത് നമ്മുടെ എംബ്രിയോണിക് ഡെവലപ്മെന്റ്, നമ്മുടെ ഭ്രൂണത്തിന്റെ വികാസം. എടാ, ഞാൻ അല്ലാതുള്ള ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്പേമും ഓവവും തമ്മിൽ ഫ്യൂസ് ചെയ്യും, എന്നിട്ടുണ്ടാവുന്ന സാധനമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സൈഗോട്ട്. ഈ ഒരു സെല്ലുള്ള സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് ഇതേപോലെ 2 സെല്ലായിട്ട് മാറി, 2 സെൽഡ് സ്റ്റേജ് ആയി. അടുത്ത ഡിവിഷനിൽ 2 സെൽ എത്രയായിട്ട് മാറിയോടാ മക്കളെ? ഇതേപോലെ 4 സെല്ലായിട്ട് മാറി, 4 സെൽഡ് സ്റ്റേജ് ആയി. ഇതൊക്കെ സെക്കൻഡറി പഠിക്കും. പിന്നെ അത് ഡിവൈഡ് ചെയ്ത്, കണ്ട ഈ ഓരോ ഡിവിഷനും വലിയ പ്രാധാന്യമുണ്ട്. ഇതിങ്ങനെ ഡിവൈഡ് ചെയ്ത് എത്രയായി? 4 സെല്ലായി. 4 സെല്ല് ഡിവൈഡ് ചെയ്ത് ഇതേപോലെ ഡിവൈഡ് ചെയ്ത് ഇറ്റ് ബിക്കം 8 സെൽഡ് സ്റ്റേജ് ആണിത്. ഈ 8 സെൽഡ് സ്റ്റേജ് ഡിവൈഡ് ചെയ്ത് 16 സെൽഡായി, 16 സെല്ലുള്ള സ്റ്റേജ് ആയി. ഈ 2 സ്റ്റേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോറുല. അതൊന്നും നിങ്ങൾ കാണാതെ പഠിക്കണ്ട, നിങ്ങൾക്ക് ഒരു കൺസെപ്റ്റ് പിടികിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത്. 16 സെല്ല് സ്റ്റേജ് ആയി, മനസ്സിലായോ? ഈ 16 സെൽഡ് സ്റ്റേജിനകത്തൊന്നും സ്പേസ് ഇല്ല, നോൺ സ്പേഷ്യസ് ആണ്. ഞാൻ പ്രത്യേകം പറയും, ഇത് കാണാതെ പഠിക്കണ്ട, സെക്കൻഡറി നമ്മൾ പഠിക്കും. നമ്മുടെ ഭ്രൂണത്തിന്റെ വികാസമാണ്. അതായത് ഇത് സ്പേം, ഇത് ഓവം. ഇത് രണ്ടുകൂടെ ഫ്യൂസ് ചെയ്യുന്നതാണല്ലോ ഫെർലൈസേഷൻ. അങ്ങനെ സൈഗോട്ട് ഉണ്ടായി. ഈ സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് ഒറ്റ സെല്ലുള്ള സൈഗോട്ട് 2 സെല്ലായി, 4ആയി, 8ആയി. ഇങ്ങനെ ഡിവൈഡ് ചെയ്താലേ നമ്മളെപ്പോലെ ഒരു എമണ്ട ജീവിയായിട്ട് മാറും. അത് 16 സെല്ലായി. ഇതെല്ലാം നോൺ സ്പേഷ്യസ് ആണ്, മറക്കണ്ട. ഇതിനകത്തൊന്നും സ്പേസ് ഇല്ല. പിന്നെ ഈ നടുക്കുള്ള സെൽസ് സൈഡിലേക്ക് അങ്ങോട്ട് നീങ്ങുമ്പോൾ ഇത് പിന്നീട് ഇങ്ങനെ ഒരു ബോൾ പോലത്തെ സ്ട്രക്ചർ ആവും. ഈ ബോളിന്റെ സെക്ഷനാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്, മനസ്സിലായല്ലോ? ഈ ബോൾ പോലത്തെ ഒരു സ്ട്രക്ചറായിട്ട് ഇത് മാറി. ഈ ബോൾ പോലത്തെ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്ലാസ്റ്റുല. എന്താ പേര്? ബ്ലാസ്റ്റുല. ഇതൊരു ബോൾ ഷേപ്ഡ് സ്ട്രക്ചറാണ് ബ്ലാസ്റ്റുല, മനസ്സിലായോ? ഇനി ഈ ബോൾ ഷേപ്ഡ് ആയിട്ടുള്ള ബ്ലാസ്റ്റുല പിന്നീട് ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്ത് ഇറ്റ് ബിക്കെയിം എ കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ. പുസ്തകത്തിൽ വട്ടത്തിലാണ് കാണിച്ചിരിക്കുന്നെങ്കിലും ഇത് ആക്ച്വലി ഒരു കപ്പ് പോലത്തെ സ്ട്രക്ചർ ആയിട്ട് മാറും, മനസ്സിലായല്ലോ? അത് എന്തായിട്ട് മാറി? ഇറ്റ് ബിക്കം എ കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ. ഒരു മിനിറ്റ്, ആ കപ്പ് അത്ര അങ്ങോട്ട് വെടുപ്പായില്ല. ആ കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ നമുക്ക് വേറൊരു കളർ ഇട്ട് കാണിക്കാം. ഇതാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ വരയ്ക്കുമ്പോൾ നല്ല റിസ്ക് ഉള്ളതാണ്. ഉണ്ടോ? ഈ കപ്പ് പോലത്തെ സ്ട്രക്ചറിന്റെ ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്, ശ്രദ്ധിച്ചു നോക്കുക, 3 ലെയേഴ്സ് കൊണ്ടാണ്, മനസ്സിലായോ? 3 ലെയർ. ഈ ലെയറിന്റെ പേരുകളാണ് മുകളിലത്തെ പടത്തിൽ കാണിച്ചേക്കുന്നത്. ഔട്ടർമോസ്റ്റ് ലെയറിന്റെ പേരാ കുഞ്ഞുങ്ങളെ എക്ടോഡേം. എന്താ പേര്? എക്ടോഡേം. മിഡിൽ ലെയറിനെ വിളിക്കുന്ന പേരാണ് മീസോഡേം. ഇന്നർമോസ്റ്റ് ലെയറിനെ വിളിക്കുന്ന പേരാണ് എൻഡോഡേം. വരച്ച് എൻ്റെ ഫോട്ടോ ഇവിടെ വരുമെന്ന് അറിയില്ല, ഈ ബോക്സിനകത്ത് വരേണ്ടത് കൃത്യമായിട്ട് കാണുമായിരിക്കും. അപ്പൊ 3 ലെയർ. ഔട്ടർ ലെയറിന്റെ പേര് ഡേം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ ലെയർ എന്നാണ്. എക്ടോ എന്ന് വെച്ചാൽ ഔട്ട് സൈഡ്, ഏറ്റവും പുറമേ ഉള്ള ലെയറിന്റെ പേരാണ് എക്ടോഡേം. മീസോ എന്ന് വെച്ചാൽ മിഡിൽ, മിഡിൽ ലെയറിന്റെ പേരാണ് മീസോഡേം. എൻഡോ എന്ന് വെച്ചാൽ ഇന്നർ, ഇന്നർ മോസ്റ്റ് ലെയറിന്റെ പേരാണ് എൻഡോഡേം, മനസ്സിലായി? അപ്പൊ 3 ലെയർ. ഔട്ടർ എക്ടോഡേം ഇതാ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്, മിഡിൽ മീസോഡേം, ഇന്നർ എൻഡോഡേം. ഇവര് ചില്ലറക്കാരായ 3 ലെയർ അല്ല. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റിനകത്തില്ല, പക്ഷെ ഈ കൺസെപ്റ്റ് പിടികിട്ടാനാ പറയുന്നത്. അല്ലാതെ വെറുതെ ഞാൻ പുസ്തകത്തിലെ 2 വട്ടം കാണിച്ചേച്ച് എക്ടോ എൻഡോ മീസോ പറഞ്ഞാൽ മനസ്സിലാവൂല. ഞാനും നിങ്ങളും ഓരോ ഉറുമ്പും നീലത്തിമിംഗലോ ആനയും എല്ലാവരും അവരവരുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഈ സ്റ്റേജസ് എല്ലാം കടന്നു പോയിട്ടുള്ളവരാണ്. എന്നിട്ട് ഈ കപ്പ് പോലത്തെ സ്ട്രക്ചർ ഉണ്ടല്ലോ, ഇതിനെ വിളിക്കുന്ന പേര് ഞാൻ പറഞ്ഞില്ല,
It is called gastrula. This cup-shaped structure is called gastrula. അതല്ല ഗ്യാസ്ട്രുല, ഗ്ലാസ്ട്രുല അല്ല, ഗ്യാസ്ട്രുല. ഈ ഗ്യാസ്ട്രുലയുടെ 3 ലെയറിൽ നിന്നാണ് നമ്മുടെ ശരീരഭാഗങ്ങൾ ഉണ്ടാവേണ്ടത്. അതായത് എക്ടോഡേമിൽ നിന്നാണ് നമ്മുടെ സ്കിൻ, നെർവസ് സിസ്റ്റം, ബ്രെയിൻ, സ്പൈനൽ കോഡ്, ക്രേനിയൽ നെർവ്സ്, സ്പൈനൽ നെർവ്സ്, അഡ്രിനൽ, മെഡുല്ല, കുറെ കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. മീസോഡേമിൽ നിന്നാണ് നമ്മളുടെ മസിൽസ് ഉണ്ടാവുന്നത്, നമ്മളുടെ സ്കെലിറ്റൽ സിസ്റ്റം ഉണ്ടാവുന്നത്, നമ്മളുടെ ഹാർട്ട് ഉണ്ടായത്, കിഡ്നി ഉണ്ടായത്, ഇതൊക്കെ മീസോഡേമിൽ നിന്നാണ്. നമ്മളുടെ എൻഡോഡേമിൽ നിന്നാണ് നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവും റെസ്പിറേറ്ററി സിസ്റ്റം തുടർന്നുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ഇവര് ചില്ലറക്കാരായ ലെയേഴ്സ് അല്ല. യെസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, അതിന്റെ ഡെഫിനേഷൻ നോക്കിയാൽ ഞാൻ എഴുതിയത് ദ എംബ്രിയോണിക് ലെയേഴ്സ്, ഭ്രൂണാവസ്ഥയിലെ പാളികളാണ്. പുസ്തകം നോക്കിയാൽ എന്ത് ഭ്രൂണമെന്നൊന്നും മനസ്സിലാവില്ല, ജേമിനൽ ലെയർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഭ്രൂണാവസ്ഥയിലെ 3 പാളികൾ. ഈ പാളികളിൽ നിന്നാണ് ഫ്രം വിച്ച് വേരിയസ് ബോഡി പാർട്സ് അറൈസ്, നമ്മുടെ ശരീരഭാഗങ്ങൾ ഉണ്ടാകുന്നത് എങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് പ്രൈമറി ജേം ലെയേഴ്സ്. ജേം ഓർ ജേമിനൽ സംതിങ് റിലേറ്റഡ് ടു, നമ്മൾ രോഗാണുക്കളെ ജേംസ് എന്ന് പറയും, ഇവിടെ സംതിങ് റിലേറ്റഡ് ടു റീപ്രൊഡക്ഷൻ ഓർ എംബ്രിയോണിക് സ്റ്റേജ്, അതുമായി ബന്ധപ്പെട്ടുള്ള വാക്കാണ് ജേമിനൽ. അറിയാലോ, ജേമിനൽ എപ്പിത്തീലിയം എന്ന് പറയും. എപ്പിത്തീലിയം ദാറ്റ് ലൈൻസ് ദ ഗോണാഡ്സ് ഈസ് കോൾഡ് ജേമിനൽ എപ്പിത്തീലിയം. അപ്പം ഇവരെ വിളിച്ച പേരാണ് പ്രൈമറി ജേം ലെയേഴ്സ്. അവ നിസ്സാരക്കാരല്ല. ദ എംബ്രിയോണിക് ലെയേഴ്സ്, ഡെഫിനിഷൻ പഠിക്കുക, ജസ്റ്റ് ഓർത്താൽ മതി. ദ എംബ്രിയോണിക് ലെയേഴ്സ് ഫ്രം വിച്ച് വേരിയസ് ബോഡി പാർട്സ് അറൈസ്, നമ്മുടെ ശരീരഭാഗങ്ങൾ ഉണ്ടാവുന്ന ഭ്രൂണാവസ്ഥയിലെ 3 പാളികളെ വിളിക്കുന്ന പേരാണ് എന്താ? പ്രൈമറി ജേം ലെയേഴ്സ്. ദേ ആർ, അവരാരൊക്കെ? 2 പടത്തിലുണ്ട്, NCERT-യിലുണ്ട്, അല്ലാതെ എന്തുണ്ട് കണ്ട. ഇതാ രണ്ടാമത്തെ പടം നോക്കുക. ദേ ആർ ഔട്ടർ എക്ടോഡേം, മിഡിൽ മീസോഡേം, ഇന്നർ എൻഡോഡേം. ഔട്ടർ ലെയർ ആണ് എക്ടോഡേം, മിഡിൽ ലെയർ ആണ് മീസോഡേം, ഇന്നർ മോസ്റ്റ് ലെയർ ആണ് എൻഡോഡേം. മനസ്സിലായോ? ഇനി ഈ ഒരു ജീവി, നമ്മളൊരു ആനിമലിനെ കൺസിഡർ ചെയ്യുന്നു. ആ ഒരു ആനിമലിന്റെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് ഈ 3 ജേം ലെയേഴ്സ് കൊണ്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഈ 3 ജേം ലെയേഴ്സിൽ നിന്നാണെങ്കിൽ, സച്ച് ആൻ ആനിമൽ ഈസ് കോൾഡ് എ ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽ. പലരും പ്ലാസ്റ്റിക് എന്നൊക്കെ എഴുതും. പ്ലാസ്റ്റിക്കും റബ്ബറും ഒന്നുമല്ല, ട്രിപ്ലോ ബ്ലാസ്റ്റിക്. ട്രൈ എന്ന് വെച്ചാൽ 3 എന്നാണ്, 3. അപ്പൊ നമുക്ക് എന്താ പറയാം? യെസ്, ശ്രദ്ധിച്ച്. ഇഫ് ദ ബോഡി ഓഫ് ആൻ ആനിമൽ, if the body of an animal is formed from, രൂപപ്പെട്ടിരിക്കുന്നത് all the 3 germ layers, all the 3 germ layers, such an animal is called, അത്തരം ആനിമലിനെ വിളിക്കുന്ന പേരാണ് ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽ. such an animal is called a ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽ. ആ ട്രൈ എന്ന് വെച്ചാൽ 3 എന്നാണ്. if the body of an animal is formed from all the 3 germ layers, ഒരു ജീവിയുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് ഈ 3 ജേം ലെയേഴ്സിൽ നിന്നാണെങ്കിൽ ആ ജീവിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽ. മനസ്സിലായല്ലോ? ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽ എക്സാമ്പിൾ ആരാ? ഇതൊരു അഡ്വാൻസ് ക്യാരക്ടർ ആണ്, അതുകൊണ്ട് തന്നെ എക്സാമ്പിൾ all animals from Platyhelminthes to mammals. Platyhelminthes മുതൽ മാമൽസ് വരെ എല്ലാ ആൾക്കാരും എന്തിന് എക്സാമ്പിളാ? ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസിന് എക്സാമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഡിപ്ലോബ്ലാസ്റ്റിക്? പേരിനകത്ത് തന്നെ ഉണ്ട്, ഡൈ എന്ന് വെച്ചാൽ 2. ഇഫ് ദ ബോഡി ഓഫ് ആൻ ആനിമൽ ഈസ് ഫോംഡ് ഫ്രം 2 germ layers, animal is formed from 2 germ layers, such an animal is called a, അത്തരം ആനിമലിനെ വിളിക്കുന്ന പേരാണ് ഒരു ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽ. ഏതൊക്കെയാ അവിടെ? 2 ജേം ലെയർ. പടത്തിൽ നിന്ന് വ്യക്തമാണ്, ഇവിടെ 2 ലെയറാണ് ഉള്ളത്. ഇതാ എൻഡോഡേമും ഉണ്ട്, എക്ടോഡേമും ഉണ്ട്. മീസോഡേമിന് പകരം കണ്ടോ, ഇവിടെ സെല്ലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മീസോഡേമിന് പകരം ഒരു ജെല്ല് പോലെയുള്ള സാധനമാണുള്ളത്. അതിനെ വിളിക്കുന്ന പേരാണ് മീസോഗ്ലിയ. മനസ്സിലായല്ലോ? എന്താ പ്രത്യേകത? മീസോഡേം ഈസ് റീപ്ലേസ്ഡ് ബൈ എ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് കോൾഡ് മീസോഗ്ലിയ. അപ്പൊ അവരുടെ പടം വരയ്ക്കുമ്പം
ഇത് ഔട്ടർ ലെയർ ഇങ്ങനെ കാണിക്കാം. ഇത് ഔട്ടർ എക്ടോഡേം, ഇത് ഇന്നർ എൻഡോഡേം. മനസ്സിലായല്ലോ? ഇവിടെ മീസോഡേമിന് പകരം ഒരു ജെല്ല് പോലെയുള്ള സാധനം കാണും. കണ്ടോ? ഇവിടെ ഒരു ലെയർ ആയിട്ട് കാണപ്പെടുന്നില്ല. മീസോഡേം ഈസ് റീപ്ലേസ്ഡ് ബൈ എ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ്. ഇവിടെ മീസോഡേമിന് പകരം ഒരു ജെല്ല് പോലെയുള്ള സാധനം കാണപ്പെടും. അതിന് പറയുന്ന പേരാണ് മീസോഗ്ലിയ. കണ്ടോ? ഇവിടെ നടുക്ക് മീസോഡേം ഇല്ല, പകരം എന്തുണ്ട്? മീസോഗ്ലിയ. എവിടെയും കൊടുത്തിട്ടുണ്ട് മീസോഗ്ലിയ കാണപ്പെടുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽ. അപ്പൊ ഇവിടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് എത്ര ജേം ലെയറിൽ നിന്നാ? 2 ജേം ലെയറിൽ നിന്നാണ്. എക്സാമ്പിൾ ആരൊക്കെ? എക്സാമ്പിൾ പോറിഫറ, നിഡേറിയ ആൻഡ് ടീനോഫോറ. കണ്ടോ? അപ്പോൾ അഡ്വാൻറ്റേജ്, നിങ്ങളിപ്പോൾ പോറിഫറയുടെ ഒരു ക്യാരക്ടർ പറയുമ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയാം ദേ ആർ ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽ. നിഡേറി പറയുമ്പോൾ പറയാം ദേ ആർ ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽ. ടീനോഫോറയിൽ പറയാം ദേ ആർ ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽ. പക്ഷെ പ്ലാറ്റിയൽമിന്തസിൽ എത്തുമ്പോൾ നിങ്ങൾ പറയുന്നത് ദേ ആർ ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽ. നോ നീഡ് ടു എക്സ്പ്ലെയിൻ ദ. ഇവിടെ നമ്മൾ പഠിച്ച കാര്യം അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ആസ്ട്രൽമിന്തസിനകത്ത് ട്രിപ്ലോബ്ലാസ്റ്റിക്, പിന്നെ അങ്ങോട്ട് എല്ലാവരും എന്താ? ട്രിപ്ലോബ്ലാസ്റ്റിക്. അപ്പൊ മുന്തിയ ക്യാരക്ടർ എന്താ? 3 ജേം ലെയറിൽ നിന്ന് ശരീരം ഉണ്ടാവുന്നതെന്നാണ്. 2 ജേം ലെയറിൽ നിന്നുണ്ടാവുന്നത് പ്രിമിറ്റീവ് ക്യാരക്ടർ. അവിടെ ഏത് ലെയറിൽ നിന്നാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ ഏതൊക്കെ? എക്ടോഡേമും ഉണ്ട്, എൻഡോഡേം ഉണ്ട്. മീസോഡേമിന് പകരം ഒരു ജെല്ല് പോലെയുള്ള സാധനം കാണും. അതാണ് മീസോഗ്ലിയ. അപ്പൊ ശരിക്കും പറഞ്ഞ പ്രൈമറി ജേം ലെയേഴ്സ് എന്നുള്ളതിനേക്കാളും ഉപരി ഈ ടൈറ്റിൽ എങ്ങനെ പഠിക്കേണ്ടത്? ട്രിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽ. മനസ്സിലായല്ലോ? അപ്പൊ ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസിൽ their body is formed from 3 germ layers, outer ectoderm, middle mesoderm, inner endoderm. But in diploblastic animal, body is formed from 2 germ layers only, that is outer ectoderm and inner endoderm. What happens to mesoderm? Mesoderm is replaced by, notes എഴുതുമ്പോൾ വ്യക്തമായിട്ട് എഴുതണം, mesoderm is replaced by a jelly like substance called mesoglea. അവ പ്രത്യക്ഷത്തിൽ 2 layers, so they are called diploblastic animal. Our diploblastic animal example Porifera, Nidaria, Ctenophora. Triploblastic animal example Platyhelminthes മുതൽ മാമൽസ് വരെ എല്ലാ ആൾക്കാരും ഉണ്ട്. ഓക്കെ, അപ്പോൾ ജനറൽ ക്യാരക്ടേഴ്സിന്റെ സെക്കൻഡ് വീഡിയോ ഇതോടെ തീരുകയാണ്. ഏകദേശം 30 മിനിറ്റിന് മുകളിലുണ്ട്. ഇനി നമുക്ക് 2 ജനറൽ ക്യാരക്ടറും കൂടെ ഉണ്ട്. അത് ഒന്ന് ബോഡി ക്യാവിറ്റി ഓർ സീലം, പിന്നെ ഒന്ന് ബോഡി സപ്പോർട്ട് ഓർ സ്കെലറ്റൺ. ആ തേർഡ് വീഡിയോയോട് കൂടി നമ്മളുടെ ജനറൽ ക്യാരക്ടേഴ്സ് എല്ലാം തീരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ഫൈലം പഠിക്കണം. കേട്ടല്ലോ? ഓരോ ദിവസം ഓരോ ഫൈലം. ഞാൻ പറഞ്ഞു ആദ്യമേ വളരെ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പാറ്റേണിൽ പഠിച്ചു പോവുക. അപ്പോൾ ജനറൽ ക്യാരക്ടർ തീരുമ്പം നമ്മൾ ഓരോ ഫൈലത്തിൻ്റെ ക്യാരക്ടർ പഠിച്ചു തുടങ്ങും. ആദ്യം പോറിഫറ, അതൊരു ദിവസം വീഡിയോ ഇടും. ഓൾട്ടർനേറ്റ് ഡേയ്സ് ഇടാം, കണ്ടിന്യൂസ് ഇടുന്നില്ല. പിന്നെ നിഡേറിയ, പിന്നെ ടീനോഫോറ. അതല്ല ഇതേപോലെ യൂട്യൂബിൽ ഈ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് എഴുതുക. കാരണം നമുക്കറിയാം ഈ അധ്യയന വർഷം വളരെ ലേറ്റായിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഓടിയെത്താൻ വളരെ താമസിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു മെത്തേഡ് ഇവിടെ നമ്മൾ നടത്തിയത്. അല്ലെങ്കിൽ ക്ലാസ്സുകൾ അറിയാമല്ലോ, നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ള ക്ലാസ്സുകളല്ലാതെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ സധൈര്യം മുന്നോട്ട് പോവുക. എല്ലാ സപ്പോർട്ടോടു കൂടി ഞങ്ങളുണ്ട്. താങ്ക് യു.